സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, വീട് പണി ആരംഭിക്കണം, പുനരുദ്ധരിക്കണം, റിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ വർഷത്ത് ഇത് താങ്ങത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, പല തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്, ആശങ്കകൾ അനുഭവിക്കുന്നവരുണ്ട്. പല ആൾക്കാരും കോമഡികൾ കണ്ടും ചിരിച്ചും ടി വി കണ്ടും മൊബൈൽ കണ്ടും ജീവിതത്തിൽ വരാമെന്ന് വിപത്ത് മറന്നിരിക്കുന്നവരുണ്ട്. അത് വാദിക്ക് വരുമ്പോഴായിരിക്കും അവർക്ക് ബോധം വരുന്നത്. കർത്താവെ, നിനക്ക് എല്ലാ കാലത്തും ബോധമുള്ളവനെ, നിൻ്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ബോധമുണ്ട്. അവർക്ക് ഉത്തരവാദിത്തോടെ ജീവിക്കാൻ ആവശ്യമായ കൃപയാൽ കർത്താവെ അങ്ങനെ മക്കളെ നിറക്കണമേ. പരീക്ഷ എഴുതാൻ പോകുന്നവർ, പരീക്ഷ കഴിഞ്ഞവരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരോ സർട്ടിഫിക്കറ്റുകൾ വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ, കർത്താവെ, ഓരോരോ മേൽഗതിക്ക് വേണ്ടി ഉദ്യമങ്ങളിൽ പോകുന്നവരെ, ആധ്യാത്മിക തകർന്നു പോയവർ, ആധ്യാത്മിക പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞു പോയവർ എല്ലാവരും സുഖ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഓരോരോ തീരുമാനം എടുക്കാനും എടുത്ത തീരുമാനം നിലനിൽക്കുവാനും അത് കുടുംബത്തിന് ശ്രേയസ്കരമാകുവാനും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്നത്തെ നിൻ്റെ മുഴുവൻ സംരംഭങ്ങളെ, മുഴുവൻ ചിന്തകളെ, മുഴുവൻ തീരുമാനങ്ങളെ, മുഴുവൻ ഇടപാടുകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.